ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. എല്ലാവരും ഞാൻ ശാന്തകുമാരി കുവൈറ്റ്. എല്ലാവരും സുഖമായി ഇരിക്കേണ്ടതെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാണ്. ഈ നവകേരള സദസ്സിൻ്റെ ഒരു പരിപാടിയിൽ മേഘ എന്ന് പറയുന്ന ഒരു സ്ത്രീനെ ഒരു പോലീസുകാരൻ ലാത്തി കൊണ്ട് അടിച്ച് അവർക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നല്ലോ. ഇന്നും അവർ ആശുപത്രിയിലാണ് കഴിയുന്നത്. ഞാൻ ഇന്നാണ് അവരിനെ ഈ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ഞാൻ കാണുന്നത്. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പോലീസുകാർ എന്ന് പറയുന്ന ഈ തെണ്ടികളുണ്ടല്ലോ, ഈ പോലീസ് തെണ്ടികൾ, അതായത് ഭരണപക്ഷത്തിലിരിക്കുന്ന ഇപ്പോഴത്തെ ഭരണം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രിൻ്റെ ചെരുപ്പ് നക്കികളായ കുറേ പോലീസുകാരുണ്ടല്ലോ. ആ പോലീസുകാരിലെ ആ സ്ത്രീനെ, ആ സഹോദരിനെ തല്ലിയ ആ തെണ്ടി ഉണ്ടല്ലോ, നാളെ ഞങ്ങളെൻ്റെ കയ്യിലും ഒരു ഭരണം വരും. അന്ന് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക പോലീസുകാരെ. ആഭ്യന്തരത്തിൻ്റെ ഈ കയ്യിലിരിക്കുന്ന നിങ്ങൾ ഈ തെമ്മാടിത്തരം കാട്ടി ഒരു കുട്ടികളിൻ്റെ ഇല്ലെങ്കിൽ ഒരു സഹോദരൻ്റെ ഒരു സഹോദരൻ്റെ ജീവിതത്തിനെ നിങ്ങൾ തല്ലി നശിപ്പിക്കുന്നതും ഒരുപാട് പേരെ നിങ്ങൾ ആ നവകേരള സദസ്സിൽ നിങ്ങൾ കാണിച്ചു കൂട്ടിയ അക്രമത്തിനുള്ള മറുപടി ഞങ്ങൾ തിരിച്ചു തന്നിരിക്കും. നിങ്ങൾ ഒരിക്കലും ഞങ്ങൾ ചെയ്തത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റേ ആഭ്യന്തരമന്ത്രിൻ്റെ ഇത് വാക്കും കേട്ട് നിങ്ങൾ ഈ ചെയ്യുന്ന അക്രമത്തിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ തന്നിരിക്കും. അതിന് യാതൊരു മാറ്റവും വേണ്ട. ആ സഹോദരി ഇപ്പോൾ ഈ നവകേരള സദസ്സ് എന്ന് പറയുന്നത് കഴിഞ്ഞിട്ട് കുറേ മാസങ്ങളായി. അപ്പോൾ ആ സ്ത്രീ എത്ര നാളായി കിടക്കാൻ തുടങ്ങിയിട്ട്? നിങ്ങളൊക്കെ ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ അക്രമത്തിനും അട്ടുഴിയത്തിനും? കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും പോലീസുകാരെ, നിങ്ങൾ നിയമം കയ്യിലുള്ള നിങ്ങൾക്ക് നിയമം നടപ്പിലാക്കാൻ പറ്റില്ലെങ്കിൽ ആ പണിക്ക് പോകാതെ വല്ല കൈക്കോട്ടും എടുത്ത് കിളയ്ക്കാൻ പോകുന്നടോ നിങ്ങളൊക്കെ എന്തിനാടോ ഇങ്ങനെ ആഭ്യന്തരത്തിൻ്റെ വർത്തമാനം കേട്ട്? ഇല്ലെങ്കിൽ ഈ ഇന്ത്യയിൽ അക്രമങ്ങൾ നടത്തുന്ന ഏത് മന്ത്രിമാരിനെയാണെങ്കിലും അവരിൻ്റെ വർത്തമാനം കേട്ട് നിങ്ങൾ ഈ പാവങ്ങളെ തല്ലിച്ചതയ്ക്കുന്ന ആഭ്യന്തരത്തിൻ്റെ കയ്യിലിരിക്കുന്ന നിങ്ങൾ നിയമം കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിനൊരു തിരിച്ചടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇന്ത്യയിൽ കിട്ടിയിരിക്കും. അതിന് യാതൊരു മാറ്റവും വേണ്ട. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ കേരളത്തിൽ ഈ നവകേരള സദസ്സും ഈ കേരളീയയും എല്ലാം നടത്തിയപ്പോൾ നിങ്ങൾ കാട്ടിക്കൂട്ടിയ ഓരോ അക്രമങ്ങളും എല്ലാവരുടെയും മനസ്സിൽ ഈ ഇന്ത്യ കാക്കണം എന്ന് ചിന്തിക്കുന്ന എല്ലാവരുടെ മനസ്സിലും ഇത് നിങ്ങൾ ചെയ്ത ഓരോ അക്രമത്തിനും നിങ്ങൾക്ക് ഓരോന്നത്തിനും ചോദിച്ച് പകരം ഞങ്ങൾ ചോദിക്കും. അതിന് നിങ്ങൾ കാത്തിരുന്നോളിൻ. ജൂലൈ 4-ാം തീയതി ഒന്ന് കഴിയട്ടെ. ജൂൺ 4-ാം തീയതി കഴിഞ്ഞ് നിങ്ങൾക്കുള്ള ഓരോ മറുപടിയും ഞങ്ങൾ തന്നിരിക്കും. ആ സഹോദരിക്ക് നിങ്ങൾ കൊടുത്ത ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു സമ്മാനം, അത് നിങ്ങൾക്ക് തിരിച്ച് തന്നിരിക്കും. മനസ്സിലാവുണ്ടോ? പോലീസുകാരാണെങ്കിലും നിങ്ങളും മനുഷ്യന്മാരാണ്. അത് അനുഭവിക്കുന്ന മറ്റുള്ള പാർട്ടിക്കാരാണെങ്കിലും അവരും മനുഷ്യരാണ്. അത് ചിന്തിക്കണം നിങ്ങൾ. അല്ലാതെ ആഭ്യന്തരമന്ത്രി പറഞ്ഞു എന്നും പറഞ്ഞ് നിങ്ങൾ ഈ വക അക്രമങ്ങളല്ല നിങ്ങൾ കാണിക്കേണ്ടത്. അതേസമയത്ത് നിങ്ങൾ എന്തുകൊണ്ടെന്ന മറ്റുള്ള പാർട്ടിക്കാരന് നിങ്ങളിത് ചെയ്യാത്തത്? എന്തുകൊണ്ട് ചെയ്യാത്തത്? എന്തെല്ലാം അക്രമങ്ങൾ അവർ കാണിക്കുന്നു? എന്തുകൊണ്ട് നിങ്ങൾ കേരളത്തിൽ മറ്റുള്ള പാർട്ടിക്കാരന് നിങ്ങളിത് ചെയ്യാത്തത്? ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യയിൽ എന്തുകൊണ്ട് ചെയ്യാത്തത്? എന്തിന് പാവപ്പെട്ട ആൾക്കാരിനെയും ഇതുപോലെയുള്ള മറ്റുള്ള പാർട്ടിക്കാരിനെയും നിങ്ങൾ ദ്രോഹിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള അക്രമങ്ങൾ നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത്? ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന് കൂട്ടിപ്പിടിക്കുന്ന പാർട്ടിയാണ് ഞങ്ങൾക്ക് സ്വാർത്ഥതയില്ല. എല്ലാ മനുഷ്യരും ഞങ്ങൾ ഇന്ത്യക്കാരാണ് എന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. എല്ലാ ജാതി ഏത് ജാതിയാണെങ്കിലും അത് ഇന്ത്യൻ്റെ മക്കളാണ്. ഇന്ത്യയിൽ ജീവിക്കേണ്ട സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ആരും അതിനെ തല്ലിക്കെടുത്താൻ നോക്കണ്ട. നോക്കിയാലും ഞങ്ങൾ 100 വട്ടം ഉയർത്തെഴുന്നേൽക്കുക തന്നെ ഞങ്ങൾ ചെയ്യും. അക്രമം കാണിച്ചുകൊണ്ടാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. കേരളം ഭരിക്കുന്നതും അക്രമത്തിലൂടെയാണ്. സത്യസന്ധമായി നിങ്ങൾ നേടിയിട്ടുണ്ടോ ഇന്ത്യനെ? സത്യസന്ധമായി നേടിയിട്ടുണ്ടോ നിങ്ങൾ കേരളം?
ഒന്ന് പറയാമോ നിങ്ങൾക്ക്? യേശുക്രിസ്തു പറഞ്ഞ പോലെ ഞാൻ പറയുന്നു, പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് യേശുക്രിസ്തു പറഞ്ഞ പോലെ തന്നെ ഞാൻ പറയുന്നു. സത്യസന്ധമായാണോ നിങ്ങൾ ഇന്ത്യയും കേരളവും ഓരോരോ ഈ സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന അക്രമം കാണിക്കുന്ന മന്ത്രിമാർ നേടിയെടുത്തത്? ആണോ? ഞങ്ങളിൻ്റെ പാർട്ടി എന്ന് പറയുന്നത് എല്ലാ ജനങ്ങളെയും ഒരു ഉള്ളാങ്കയിൽ ഞങ്ങൾ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കഷ്ടപ്പെടുന്നത്. ഇന്ന് ഞങ്ങൾ തോറ്റ് ഞങ്ങൾ കിടക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഓരോ പാവപ്പെട്ടവനെയും ഞങ്ങൾ പിടിച്ച് കൈയടക്കി വയ്ക്കാൻ വേണ്ടിയാണ്. ഓരോ കയ്യിൻ്റെ ചിഹ്നത്തിനും വേണ്ടി മാത്രമല്ല ഞങ്ങൾ മത്സരിക്കുന്നത്. ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യൻ്റെ അഭിമാനത്തിന് വേണ്ടി, നമ്മളുടെ മരിച്ചുപോയ ഗാന്ധിജി വാങ്ങിത്തന്ന ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടി. അതുകൊണ്ട് മാത്രമാണ് എല്ലാവരും രാഹുൽ ഗാന്ധിനെ DNA ടെസ്റ്റ് എടുക്കണം പപ്പുമോൻ എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ടല്ലോ. ആ മനുഷ്യൻ ഇല്ലെങ്കിൽ ആ ഒരു സഹോദരൻ എല്ലാവരെയും ഒരു കൈക്കുമ്പിളിൽ കൊണ്ട് നടക്കണമെന്ന് പറഞ്ഞാണ് ആ മനുഷ്യൻ നടക്കുന്നത്. അല്ലാതെ മറ്റുള്ള നേതാക്കന്മാരെ പോലെ അവനവൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഇന്ത്യനെ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് നടക്കുന്ന പാർട്ടിയിലത്തെ ആളല്ല ഞങ്ങളുടെ രാഹുൽ ഗാന്ധി. അപ്പോൾ ഇനി ഇതിനുള്ള മറുപടിയെല്ലാം ഞാൻ ജൂൺ 4-ാം തീയതി കഴിഞ്ഞിട്ട് പറയാം. ഞാൻ ഇത്ര നാളും പറയാതിരുന്നതും എൻ്റെ എല്ലാ രോഷങ്ങളും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ വെച്ചുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇന്ന് എനിക്കിന്ന് ആ സ്ത്രീനെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. ഒരു പാർട്ടിക്ക് അവനവൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടി നടന്നിട്ട് അതിന് കിട്ടിയത് എന്താണെന്നറിയോ? കട്ടിലിലൊരു കിടപ്പ്. എന്തിനു വേണ്ടി? ഇന്ത്യയെ നേടിയെടുക്കാൻ വേണ്ടി. ഇന്ത്യക്ക് വേണ്ടി ചോര ചിന്തിയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഇന്ത്യക്ക് വേണ്ടി രക്തം ചിന്തിയവരാണ് ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി. അവരിൻ്റെ കുടുംബത്തിലുള്ളവർ ഇന്ത്യക്ക് വേണ്ടി രക്തം തുള്ളികൾ ഓരോന്നും ഇന്ത്യയിൽ വീഴ്ത്തി ജീവിച്ച പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുകൊണ്ട് ഇന്ത്യയെ ഭരിക്കാൻ യോഗ്യതയുള്ളത് അവരിൻ്റെ തലമുറയ്ക്ക് തന്നെയാണ്. അല്ലാതെ മറ്റുള്ള വലിയ വലിയ പണക്കാർക്ക് വിൽക്കാൻ വേണ്ടി മാത്രം ഇന്ത്യ നേടിവെച്ചതല്ല. ഇന്ത്യയിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കണം, കറുത്തവർക്കും വെളുത്തവർക്കും ജീവിക്കണം. ഓരോ പൗരനും ഇന്ത്യയിൽ ജീവിക്കാനുള്ള അവകാശം വേണം. ആരിൻ്റെയും സ്വന്തമല്ല. ഇന്ത്യ ഭരിക്കുന്നവൻ്റെയും സ്വന്തമല്ല, കേരളം ഭരിക്കുന്നവരിൻ്റെയും സ്വന്തമല്ല. ഇന്ത്യ എല്ലാ ജനാധിപത്യ രാജ്യക്കാരാണ് ഇന്ത്യക്കാർ. അതിൽ ജാതിയും മതങ്ങളും ഒന്നുമില്ല, മനുഷ്യർ മാത്രമാണ്. നമ്മുടെ ഗാന്ധിജിനെ മറന്ന് ജീവിക്കാൻ ഒരു മനുഷ്യനും തുനിയരുത്. ആ മനുഷ്യനില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഈ സ്വാതന്ത്ര്യമായിട്ട് സംസാരിക്കാനും ജീവിക്കാനും നമ്മൾക്ക് അവകാശമുണ്ടാവില്ല. ആ അവകാശത്തിനെയും ആ സ്വാതന്ത്ര്യത്തിനെയും ഇല്ലാണ്ടാക്കാൻ വേണ്ടിയാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നതും കേരളം ഭരിക്കുന്നതും. അതുകൊണ്ട് ജനങ്ങൾ ബുദ്ധിപൂർവ്വം നിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഇന്ത്യ തിരിച്ചു പിടിക്കാനുള്ള ആ ഒരു ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് പണ്ടത്തെ പോലെ തന്നെ സ്വാതന്ത്ര്യമായി ഓരോ സഹോദരന്മാരായിട്ട് ജീവിക്കാനുള്ള ഒരു ഇന്ത്യയായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ.